1 കോടി 2 കോടി 10 കോടി അല്ല കോടികളുടെ കളി. നമ്മൾ സാധാരണക്കാർ വിചാരിക്കുന്നത് രാഷ്ട്രീയക്കാരുടെ വാക്ക് വെറും ജലരേഖയാണെന്നാണ് അല്ലേ. ക്ഷേമ പെൻഷൻ കൂട്ടാമെന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കാം, വണ്ടിയുടെ മോഡിഫിക്കേഷൻ നിയമവിധേയമാക്കാം എന്ന് പറഞ്ഞിട്ട് മലക്കം മറിയാം. പക്ഷേ കൊടുത്ത വാക്ക് മാറ്റാത്ത, പറഞ്ഞ വാക്കിന് മുകളിൽ ജീവൻ പണയം വെക്കുന്ന ഒരു ആദർശ ധീരൻ ഈ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. കാരണം ആ വാക്ക് സാധാരണക്കാരോടല്ല, കോടികൾ മറിയുന്ന വമ്പൻ വിദേശ മദ്യക്കമ്പനികളോടാണെങ്കിലോ? അതെ, കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി കസേരയിലേക്ക് വി.ഡി. സതീശൻ എന്ന ജനപ്രിയ നേതാവ് എത്തുമ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത് വൻ സസ്പെൻസ് നിറഞ്ഞ തിരക്കഥകളാണ്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്: വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ച് കൊടുക്കുന്നത് സർക്കാരിന്റെ കോടികളുടെ അഴിമതിയാണ് എന്ന്. എന്നാൽ മുഖ്യമന്ത്രിയായ ശേഷമുള്ള ആദ്യ ബജറ്റിൽ നമ്മൾ കണ്ടത് എന്താണ്? ബക്കാടി കമ്പനിയുടെ അപേക്ഷ ശരവേഗത്തിൽ, റോക്കറ്റ് വേഗത്തിലാണ് പാസ്സായി വന്നത്. ഇത് വെറൊരു നികുതി ഇളവാണോ, അതോ തിരഞ്ഞെടുപ്പിന് മുമ്പ് തിരശ്ശീലയ്ക്ക് പിന്നിൽ നടന്ന വലിയൊരു കൊടുക്കൽ വാങ്ങലിന്റെ പ്രത്യുപകാരമാണോ? പ്രതിപക്ഷവും ഭരണപക്ഷത്തെ ഒരു വിഭാഗം ഉന്നയിക്കുന്ന ഈ കനത്ത ആരോപണത്തിന് പിന്നിലെ സത്യാവസ്ഥ എന്താണ്? ആദർശത്തിന്റെ മുഖംമൂടി അണിഞ്ഞ ഈ പുതിയ രാഷ്ട്രീയ നാടകത്തിന്റെ ചുരുളുകൾ നമ്മൾ ഇന്ന് അഴിക്കുകയാണ്. നമുക്കറിയാം, രാഷ്ട്രീയക്കാരുടെ പ്രകടന പത്രികകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തട്ടുകടയിലെ ബോണ്ട പൊതിയുന്ന പേപ്പർ പോലെയാണെന്നാണ് പൊതുവെയുള്ള വെപ്പ്. 2500 രൂപ ക്ഷേമ പെൻഷൻ ആദ്യ ബജറ്റിൽ തന്നെ തരുമെന്ന് ജനങ്ങളോട് പറഞ്ഞിട്ട് ഖജനാവ് കാലിയാണ്, കാശില്ല എന്നും പറഞ്ഞ് കൈമലർത്തിയ അതേ കൈകളാണ് ഇപ്പോൾ മറ്റൊരു ഫയലിൽ വളരെ വേഗത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. ആ ഫയൽ ആരുടേതായിരുന്നു? സാധാരണക്കാരൻ്റെ റേഷൻ്റെതാണോ അതോ ലൈഫ് മിഷൻ വീടിൻ്റെതാണോ? അതൊന്നും ആയിരുന്നില്ല. അത് പ്രശസ്ത അന്താരാഷ്ട്ര മദ്യകമ്പനിയായ ബക്കാഡിയുടെ അപേക്ഷയായിരുന്നു. ഇവിടെയാണ് സതീശൻ സാറിൻ്റെ ആ കണിശത നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടത്. ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ലെങ്കിലും വൻകിട മുതലാളിമാരോട് പറയുന്ന വാക്ക് അത് അക്ഷരം പ്രതി പാലിക്കുന്നതിൽ നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രിക്ക് 100-ൽ 100 മാർക്കാണ്. പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് നിയമസഭയിലും പത്രസമ്മേളനത്തിലും മൈക്ക് കെട്ടി പ്രസംഗിച്ച ആ ശബ്ദം ഇപ്പോഴും കേരളക്കരയുടെ കാതുകളിലുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നത് കോടികളുടെ അഴിമതിയാണ്, ഇത് വൻകിട കമ്പനികളെ സഹായിക്കാനാണ് എന്നും അന്ന് സതീശൻ ആഞ്ഞടിച്ചപ്പോൾ നമ്മളൊക്കെ കരുതി, അമ്മേ ഇതാണ് യഥാർത്ഥ ജനനായകൻ, കൈയടിച്ചില്ലേ നമ്മളൊക്കെ. മദ്യലോപിക്കെതിരെ പൊരുതുന്ന വിപ്ലവകാരി. പക്ഷെ അധികാരത്തിന്റെ ഇടനാഴിയിലെത്തിയപ്പോൾ ആ പഴയ ഡയലോഗുകളൊക്കെ എവിടെ പോയി? അവിടെ വേസ്റ്റ് ബിന്ന് കിടക്കുന്നുണ്ടെന്ന്. ആദ്യ ബജറ്റിൽ തന്നെ ബെക്കാഡിയുടെ ഫയലുകൾക്ക് മുകളിൽ ചുവപ്പ് നാടയല്ല, പച്ച പരവതാനിയാണ് വിരിച്ചത്. ശരവേഗത്തിൽ കാര്യങ്ങൾ നടന്നു. ജനങ്ങൾ ചോദിക്കുന്നു, ഇതാണോ സാറേ നിങ്ങൾ പറഞ്ഞ സിസ്റ്റം ചേഞ്ച്? നമുക്കിതിന്റെ പിന്നിലെ രാഷ്ട്രീയ കളിയിലേക്ക് വരാം. ഈ അതിവേഗ തീരുമാനത്തിന്റെ പിന്നിൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന കോടികളുടെ ഇടപാടാണെന്ന് ഇപ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷത്തിന്റെ ഒരു വിഭാഗവും പരസ്യമായി ആരോപിക്കുന്നുണ്ട്. അതായത് വോട്ട് ചോദിച്ച് ജനങ്ങളുടെ മുന്നിൽ പോകുന്നതിന് മുമ്പ് വൻകിട മദ്യക്കമ്പനികളുടെ എയർ കണ്ടീഷൻ റൂമുകളിൽ വെച്ച് ചർച്ചകൾ നടന്നു കഴിഞ്ഞിരുന്നു എന്ന്. സതീശൻ സാർ കോടികൾ വാങ്ങിയാണ് ഇത് ചെയ്തതെന്ന് അവർ പറയുമ്പോൾ ഒരു സാധാരണക്കാരനായ എനിക്ക് അത് വിശ്വസിക്കാൻ ഒട്ടും താല്പര്യമില്ല എന്ന് പലരും പറയുന്നുണ്ട്. കാരണം അദ്ദേഹം ആദർശത്തിന്റെ പ്രതീകമാണല്ലോ, ആരെയും പറഞ്ഞു പറ്റിക്കാത്തവൻ. പക്ഷേ സാമ്പത്തിക ശാസ്ത്രവും രാഷ്ട്രീയ സാഹചര്യങ്ങളും കൂട്ടി വായിക്കുമ്പോൾ ചില സംശയങ്ങൾ വല്ലാതെ പുകയുന്നുണ്ട്. സംശയം നമ്പർ 1: സാധാരണ ഒരു നികുതി ഇളവ് ഫയൽ ധനകാര്യ വകുപ്പും വിവിധ കമ്മിറ്റികളും കടന്നു വരാൻ മാസങ്ങളോ വർഷങ്ങളോ എടുക്കും. ഇവിടെ എങ്ങനെയാണ് ഒരു വിദേശ കമ്പനിയുടെ അപേക്ഷ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് പോലെ പാസ്സായി വന്നത്? സംശയം നമ്പർ 2: ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് പണമില്ലെന്ന് പറയുന്ന അതേ ബജറ്റിൽ മദ്യക്കമ്പനികൾക്ക് നികുതി ഇളവ് നൽകുമ്പോൾ സംസ്ഥാനത്തിന് നഷ്ടപ്പെടുന്ന കോടിക്കണക്കിന് രൂപയുടെ റവന്യൂ എങ്ങനെ നികത്തും? ഓർക്കണം, ഖജനാവിൽ കാശില്ല എന്നാ പറയുന്നത്. ഇനി ഇതൊരു പ്രത്യുപകാരമാണോ? അന്ന് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിക്കാൻ അണിയറയിൽ സഹായിച്ച മറ്റാർക്കോ വേണ്ടി ചെയ്തു കൊടുത്ത ഒരു ഉപകാര സ്മരണയാണോ ഇത്? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റുകളുടെ ലോകമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന് ഇത്രയും വലിയൊരു ആദർശത്തിന്റെ പരിവേഷം നൽകണമായിരുന്നോ? ഇതാണ് ചോദ്യം. ചരിത്രം നമ്മളെ പലതും പഠിപ്പിക്കുന്നുണ്ട്. സതീശൻ സാറിന്റെ മുൻകാല രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ തന്നെ നമുക്ക് ഒരു കാര്യം വ്യക്തമാകും: കൂടെ നിൽക്കുന്നവരെ വളരെ നൈസായിട്ട് വാരുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക കലയാണ്. പണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ കൂടെ നിന്ന് അദ്ദേഹത്തിന്റെ വിശ്വസ്തനായി അഭിനയിച്ച് ഒടുവിൽ അദ്ദേഹത്തെ എങ്ങനെയാണ് രാഷ്ട്രീയമായി കൈകാര്യം ചെയ്തത് എന്ന് നമ്മൾ നേരിൽ കണ്ടതാണ്. അത് കഴിഞ്ഞോ
കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് ജമാഅത്തെ ഇസ്ലാമിയെയും കൂടെ കൂട്ടി അവരെ കൂടെ നിർത്തി വോട്ടും വാങ്ങി മുഖ്യമന്ത്രി കസേരയിലേക്ക് അടുത്ത് കഴിഞ്ഞപ്പോൾ ഇതാ പെട്ടെന്നൊരു ദിവസം സ്വന്തം പേരിന്റെ കൂടെയുള്ള മേനോൻ വാല് ഉറക്ക വിളിച്ച് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ജമാഅത്തിയെ ഒപ്പം നിർത്തിയിട്ട് സത്യപ്രതിജ്ഞാവേദിയിൽ വെച്ച് അവരെയും നൈസായിട്ട് വാരിത്തോട്ടിലിട്ടു. അങ്ങനെയുള്ള നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രിയുടെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഈ ബക്കാടി കമ്പനിയുടെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പോഴത്തെ ഈ നികുതി ഇളവും അതിവേഗ പാസാക്കലും ഒക്കെ കണ്ട് ബക്കാടിക്കാർ സന്തോഷിക്കുന്നുണ്ടാകും. തങ്ങൾക്ക് അനുകൂലമായൊരു മുഖ്യമന്ത്രി വന്നു എന്ന് വിചാരിച്ച് അവർ ആഹ്ലാദിക്കുന്നുണ്ടാകും, പടക്കം പൊട്ടിക്കുന്നുണ്ടാവും, ലഡു വിതരണം നടത്തുന്നുണ്ടാവും. പക്ഷെ അവർക്കറിയില്ലല്ലോ അവർ ആരുടെ കൂടെയാണ് കളിക്കുന്നതെന്ന്. പഴയ ഉമ്മൻചാണ്ടിയെയും ജമാഅത്തെ ഇസ്ലാമിയെയും വാരിയ ചരിത്രമുള്ള നമ്മുടെ സതീശൻ സാർ നാളെ ഈ ബക്കാടിയെയും ഇതുപോലെ തന്നെ വലിച്ച് താഴെയിടാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഇത് തനിക്ക് മുഖ്യമന്ത്രി പദം വാഗ്ദാനം ചെയ്ത വൻ തോക്കുകൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു കൊടുത്ത വേറൊരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമായിരിക്കാം. ഏതായാലും കൂടെ നിൽക്കുന്നവരെ വാരുന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയാണ്. 100-ൽ 100 മാർക്ക് അതിനുമുണ്ട്. ചുരുക്കത്തിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളായി 2500 രൂപയുടെ ക്ഷേമ പെൻഷനും വണ്ടികളുടെ മോഡിഫിക്കേഷൻ നിയമവിധേയമാക്കലും ഒക്കെ ഇപ്പോൾ വെറും സ്വപ്നങ്ങൾ മാത്രമായി അവശേഷിക്കുന്നു. ജനങ്ങൾ വോട്ട് ചെയ്തത് ഒരു മാറ്റത്തിന് വേണ്ടിയായിരുന്നു. പക്ഷെ കിട്ടിയതോ വൻകിട കമ്പനികൾക്ക് ചുവപ്പ് നാടകളില്ലാത്ത അതിവേഗ അനുമതികൾ. സതീശൻ സാർ ആദർശമുള്ളവനാണ്, ആരെയും പറഞ്ഞു പറ്റിക്കാത്തവനാണ് എന്ന് വിശ്വസിക്കാൻ അത് തന്നെയാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം. പൂക്കി മുഖ്യമന്ത്രിയായി പോയില്ലേ. പക്ഷെ ഈ ബക്കാടി ഫയലിലെ ശരവേഗം കാണുമ്പോൾ ആ വിശ്വാസത്തിന്റെ അടിത്തറ ഇളവുകയാണ് സുഹൃത്തുക്കളെ. ആദർശം പ്രസംഗിക്കാനുള്ളതാണ്, ഭരണം എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യാനുള്ളതാണെന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ പറയും, ഇത് ജനങ്ങളെ പറ്റിച്ചുള്ള കോടികളുടെ അഴിമതിയാണോ അതോ ഒരു വാക്ക് പാലിക്കുന്ന ഒരു മികച്ച ഭരണാധികാരിയുടെ മാതൃകയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. രാഷ്ട്രീയത്തിലെ ഈ വൻകിട അഡ്ജസ്റ്റ്മെന്റുകളെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കുമായി ഞാൻ വീണ്ടും വരാം. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. മറ്റു വിഷയമായി വീണ്ടും കാണും വരെ നന്ദി.